ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കി. അങ്ങനെ ഒരു വാർത്ത കൂടിയുണ്ട്. ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാന്റെ നടപടി. ഇന്ത്യയിലെ ഹൈക്കമ്മീഷനിലുള്ള ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയതിന് പിന്നാലെയാണ് പാക് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അർജുൻ, ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് തക്കതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയതിന്. പക്ഷേ അതിനൊരു പ്രതികാര നടപടി എന്നോണമാണോ ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്? മോദി പ്രതികാര നടപടി തന്നെയാണ്. അതായത് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ്, അതായത് ചാരപ്രവൃത്തി പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇസ്ലാമാബാദിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരിക്കുന്നത്. 24 മണിക്കൂറിനകം തന്നെ രാജ്യം വിടണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന കാര്യം പറയാൻ പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നില്ല, തെളിവുകൾ നിരത്തുന്നില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇന്ത്യ ചെയ്ത നീക്കത്തിന് കൃത്യമായിട്ടുള്ളൊരു പ്രതികാര നടപടി മാത്രമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. മറുഭാഗത്ത് ഇന്ത്യയാണെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ, അദ്ദേഹത്തിൻ്റെ പേര് ഇസാൻ ഉർ റഹീം എന്നാണ്, ഡാനിഷ് എന്നും അറിയപ്പെടുന്നു. അയാൾ ISIയുടെ ചാരനാണ്. അതായത് പഞ്ചാബിൽ നമ്മൾ 2 പാക് ഈ ചാരന്മാരെ പിടികൂടിയിരുന്നു, അവരെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ ISI ചാരൻ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചത്. ഇന്ത്യക്കെതിരെയുള്ള വിവരങ്ങൾ ചോർത്തി കൊടുക്കാനാണ് ഹൈക്കമ്മീഷനിൽ ഉദ്യോഗസ്ഥൻ എന്ന മറയായി നിന്നുകൊണ്ട് ISIക്ക് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം ഇന്ത്യ മനസ്സിലാക്കി. അതിന് പിന്നാലെ തെളിവുകൾ നിരത്തി ഇയാളെ പുറത്താക്കുകയായിരുന്നു. 24 മണിക്കൂറിനകം ഇന്ത്യ വിടാനും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രതികാര നടപടി എന്നോണം മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനും ഇതുപോലെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ പക്കൽ തെളിവുകളില്ല എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നിലവിൽ.